ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ന്യൂ ബോൺ ബേബീസ് മുതൽ 6 മാസം വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു അടിപൊളി ടോയാണ്. ഞാനിത് ഷോപ്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര പ്രൈസ് വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മാറ്റ് കാണും, പിന്നെ കുറച്ച് ടോയ്സിൻ്റെ, അതായത് കുറച്ച് കിലുക്കും, പിന്നെ അത് ആക്സസറീസ് ഉണ്ട്, അത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം അത് നമുക്ക് കാണാം ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്റ്റിക്ക് പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് പോലെയുണ്ട്. ഇതിനകത്ത് പിയാനോ പോലെ തന്നെയാണ്, മ്യൂസിക്കാണ്. അത് നമ്മൾ ജസ്റ്റ് അവർ കാല് വെച്ച് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിൽ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഒരു മിറർ വന്നിട്ടുണ്ട്, പിന്നെ 2-3 ടോയ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഹാങ്ങിങ് ടോയ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഹാങ് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക, ഇതിനകത്ത് സ്പോഞ്ച് ടൈപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കാരണം പ്രത്യേകിച്ച് ഒരു ആക്സസറീസും ഇതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ബേസായിട്ട് കൊടുക്കുന്ന ഈ രണ്ടൊരു ഗ്രീൻ കളറിലെ ആ ഒരു ബേസാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു പൈപ്പ് പോലെയുള്ള, ഇത് ശരിക്കും പൈപ്പ് പോലെ ആണെങ്കിലും ഉള്ളിൽ സ്പോഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഫ്ലെക്സിബിളായിട്ട് തിരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് ഈ പറയുന്ന പോലെ പിയാനോ ആ ഒരു എന്താ മ്യൂസിക്കിൻ്റെ ആ ഒരു നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഫിറ്റ് ചെയ്തു. അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന 2 സ്ക്രൂ ചെയ്യുന്ന പോലത്തെ 2 ഒരു ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് 2 ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ പിടിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അപ്പയാണ് അത് ശരിയാക്കി തന്നത്. അപ്പോൾ അടിച്ച പണി 18 നോക്കിയിട്ട് ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ നോക്കി അവസാനം ഒരു കണക്കിന് അത് ഫിറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെയാണ് മനസ്സിലായത് ആ യെല്ലോ കളർ കാണുന്നത് നമ്മുടെ സ്ക്രൂ ആണെന്ന്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ ടൈപ്പ് പോലെ വരുന്നതാണ്. അവസാനം ഇത് ഫിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഞാൻ ഇത്രയും തല പുകച്ചതെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റി. ഈ ഒരു പ്രോഡക്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് 0 to 6 months ഉള്ള ഏജ് ഗ്രൂപ്പുള്ള ബേബീസിനാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ടച്ചിങ് സെൻസ്, പിന്നെ ഓഡിറ്ററി, അതായത് ഈ മ്യൂസിക്കിൻ്റെ ആ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഇതിലുള്ള ഹാങ്ങിങ് ടോയ്സ് ഭയങ്കര ക്വാളിറ്റി ഉള്ള മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനാണെങ്കിലും. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ശരീരത്തെ എവിടെയെങ്കിലും കയറി കൊള്ളുന്ന ടൈപ്പ് അങ്ങനെ ഒന്നുമല്ല, നല്ല സ്മൂത്തായിട്ടുള്ള ടോയ്സ് ആയിരുന്നു. എൻ്റെ മോന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവൻ നല്ല എൻജോയ് ചെയ്യുന്നത് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കളേഴ്സൊക്കെ ഇങ്ങനെ പല പല കളേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ടച്ചിങ് സെൻസ് വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അതിലോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്തോ പേഴ്സണലി നല്ലൊരു ടോയ് ആയിട്ട് ഫീൽ ചെയ്തു. ആ ഒരു മാറ്റ് തന്നെ ഉള്ളിലൊരു സ്പോഞ്ച് ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് വന്നിട്ടാണ് അതിന് പുറത്ത് ഈ ഒരു കവറിങ് വന്നിട്ടുള്ളത്. അത് വാട്ടർ പ്രൂഫാണ്, വെള്ളത്തിൽ നനയൊന്നുമില്ല. പിന്നെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ കിടത്തുമ്പോൾ ഞാനിപ്പോൾ ഓരോന്നായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ ഹാങ്ങിങ്സും ഫസ്റ്റ് മിററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനമാണ് മാറ്റ് ഫിറ്റ് ചെയ്തത്. അപ്പോൾ മാറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടി ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കി. അവസാനം എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്തൊരു യെല്ലോ ഒരു എന്താ പറയുക, ഒരു സ്ട്രിപ്പ് പോലെയുണ്ട് തയ്ച്ച് വെച്ചിട്ടുള്ളത്. അത് ഈ പറയുന്ന ഹോളിനുള്ളിൽ കൂടി എടുക്കുമ്പോഴത്തേക്കും അത് റെഡിയാക്കാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര സിമ്പിളായിട്ട് ഇടുന്നതാണ്. അതാകുമ്പോഴത്തേക്ക് ഇളകി പോയില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാരി ചെയ്യാനാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാൻ തന്നെ പറ്റും. കാരണം എല്ലാ ഫിറ്റിങ്സ് അഴിച്ചു മാറ്റിയിട്ട് ഒന്നും കൂടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇതിൻ്റെ ആ ഒരു മാറ്റും ബാക്കിയുള്ള ടോയ്സൊക്കെ എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പിയാനോയുടെ ആ ഒരു ബാക്കിൽ 2 ബാറ്ററി ഇടുന്നുണ്ട്. അതും കൂടി കൊടുത്തിട്ട് ഫൈനൽ ലുക്ക് എന്താണെന്ന് കേൾക്കാം. അതിൻ്റെ മ്യൂസിക് ഫസ്റ്റ് കേട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ്. ഞാൻ ഷോപ്സിൽ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരുപാട് റിവ്യൂസ് കണ്ട് പർച്ചേസ് ചെയ്തൊരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് ഒട്ടും നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 489 രൂപയാണ്. ആ ഒരു റേറ്റിന് എന്തുകൊണ്ടും ഒരുപാട് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.